1991 മെയ് 3 ജനിച്ച് 2006 ഒക്ടോബർ 11 മരണമടഞ്ഞ കാർലോ അക്യുറ്റിസ് ഒരു ഇറ്റാലിയൻ കത്തോലിക്ക കൗമാരക്കാരനായിരുന്നു. ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയും കത്തോലിക്ക ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഡിജിറ്റൽ മീഡിയ ഉപയോഗിച്ചതും അദ്ദേഹത്തിന് പ്രശസ്തി നേടിക്കൊടുത്തു. ഇംഗ്ലണ്ടിലെ ലണ്ടനിൽ ജനിച്ച് മിലാനിൽ വളർന്ന അദ്ദേഹം കമ്പ്യൂട്ടറുകളിലും വീഡിയോ ഗെയിമുകളിലും ആദ്യകാല താൽപ്പര്യം വളർത്തിയെടുത്തു. പ്രോഗ്രാമിംഗും വെബ് ഡിസൈനും സ്വയം പഠിപ്പിക്കുകയും തൻ്റെ ഇടവകയെയും സ്കൂളിനെയും ഡിജിറ്റൽ പ്രൊജക്റ്റുകളിൽ സഹായിക്കുകയും ചെയ്തു. ഇടവക ജീവിതത്തിൽ സജീവമായിരുന്ന അദ്ദേഹം ഒരു മതബോധന പണ്ഡിതനായി സേവനമനുഷ്ഠിക്കുകയും നിരവധി ആളുകളെ കത്തോലിക്ക മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ പ്രചോദിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും മരിയം പ്രത്യക്ഷീകരണങ്ങളും രേഖപ്പെടുത്തുന്ന ഒരു വെബ്സൈറ്റ് സൃഷ്ടിച്ചു. അദ്ദേഹത്തിന് അക്യൂട്ട് പ്രോമിലോസൈറ്റിക് ലുക്കീമിയ ഉണ്ടെന്ന് കണ്ടെത്തി 15ാമത്തെ വയസ്സിൽ മരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ അസീസിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രദർശനങ്ങൾ ലോകമെമ്പാടും സഞ്ചരിച്ചു. 2020 അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയാൽ ബ്രസീലിൽ 2013 ഒരു അത്ഭുതം നടത്താൻ സഭ തീരുമാനിച്ചതിനെ തുടർന്ന് കത്തോലിക്ക സഭ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. അതേസമയം 2024 ഇറ്റലിയിൽ രണ്ടാമത്തെ അത്ഭുതം സ്ഥിരീകരിച്ചു. 2025 സെപ്റ്റംബർ 7 പിയർ ജോർജിയോ ഫ്രാസാറ്റിയോടൊപ്പം അക്യുറ്റിസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇൻ്റർനെറ്റിൻ്റെ രക്ഷാധികാരി, ദൈവത്തിൻ്റെ സ്വാധീനം ചെലുത്തുന്നയാൾ, ആദ്യത്തെ സഹസ്രാബ്ദ വിശുദ്ധൻ എന്നീ നിലകളിൽ അക്യുറ്റിസിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അക്യുറ്റിസിൻ്റെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിൻ്റെ കാരണത്തെക്കുറിച്ച് ചില കത്തോലിക്കരും മതേതര വ്യക്തികളും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹ്രസ്വമായ ജീവിതം അസാധാരണമായ ചില പ്രവർത്തനങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നവർ ചൂണ്ടിക്കാട്ടി. അക്യുറ്റിസിൻ്റെ കുടുംബം നൽകിയ സാമ്പത്തിക സഹായത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇത് പ്രക്രിയയെ ത്വരിതപ്പെടുത്തിയേക്കാം. പണം ഈ ലക്ഷ്യത്തെ സ്വാധീനിച്ചിട്ടില്ലെന്ന് അക്യുറ്റിസിൻ്റെ പോസ്റ്റുലേറ്ററായ ഫാദർ നിക്കോള ഗോറി പ്രസ്താവിച്ചു.